Hi everyone. So this is a reaction video, and before we proceed, let's just quickly watch the whole video. പെമ്പിള്ളേർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അത് സ്ലീവ്ലെസ് ഇടും, ചിലപ്പോൾ വയറ് കാണിക്കും, ചിലപ്പോൾ ക്ലീവേജ് കാണിക്കും. അത് ഞങ്ങളുടെ ഇഷ്ടമല്ല, ചിലപ്പോൾ അതിൽ തിരിച്ച് പോസ്റ്റ് ചെയ്യും. ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ചിലവന്മാരുടെ നോട്ടം കാണുമ്പോൾ ചൊറിഞ്ഞു വരും. അല്ല നിങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്, എന്താണ് തെറ്റ്? എന്ത്? അല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്ന് കാണിച്ച ഓരോ ഡ്രസ്സിൽ നമ്മൾ നോക്കുന്നുണ്ട്, എന്താ തെറ്റ്? കാണിക്കാൻ വേണ്ടി ഇടുമ്പോൾ അവിടെ നോക്കുന്നുണ്ട് തെറ്റ് പറയാൻ പറ്റും എന്നുവെച്ചാ? അല്ല നീ തന്നെ പോലെ കാണിക്കാൻ വേണ്ടി ഇടുന്നു, പിന്നെ നോക്കിയാ പ്രശ്നം? ഓ, അപ്പൊ നീ അങ്ങനെ നോക്കുന്നതിന് നോർമലൈസ് ചെയ്യാണല്ലേ? അയ്യോ നോക്കുന്നല്ല, അല്ല ഒരു ഭാഗം കാണിച്ച ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ നോക്കുന്നത് തെറ്റെന്ന് പറയുന്നത് അമ്പലത്തിൽ വെടി പൊട്ടിക്കും എന്നാൽ അത് കേൾക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്ന പോലെ ഇരിക്കും. എന്തൊരു പവാട്ടാടാ നീ. എന്റെ വാക്കും കിട്ടും ബുദ്ധിയില്ലാത്തവരോട് സംസാരിക്കാൻ പോകുന്നത് ശരിയാണോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇറ്റ് മേക്ക് സെൻസ്. കാണിക്കാൻ വേണ്ടി ഇടുന്നെങ്കിൽ നോക്കുന്നതിന് എന്താ തെറ്റ് ഇല്ലേ? അത് അവരുടെ ഇടുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ നോക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം. ഞാനും നോക്കാറുണ്ട് പെൺപിള്ളേര് പോകുമ്പോ. കണ്ണും കെട്ടി നടക്കാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. പക്ഷെ ഈ നോട്ടം എന്ന് പറയുന്നത് ഒരു തരം മാത്രമല്ല, പല തരത്തിലുള്ള നോട്ടങ്ങളുണ്ട്. ഗേസസ് ആർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. അഡ്മയർ ചെയ്തുകൊണ്ട് നോക്കുന്നതുണ്ട്, അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് നോക്കുന്നതുണ്ട്. അത് നമ്മുടെ കണ്ണിൽ നമ്മുടെ ഫേസിൽ വരും. അത് വി കൻ റീഡ് ഈച്ച് അതർ. അതേപോലെ സെക്ഷുവൽ ആൻഡ് ഒബ്ജക്ടിഫൈങ് ഗേസ് ഉണ്ട്. ഈ ഗേസിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഇസ് നോട്ട് a freedom of expression. There's a difference between freedom of opinion and freedom of expression and criminal offense. Let me explain. So ഞാനൊരു പബ്ലിക് സ്പേസിൽ ഇരിക്കുമ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് അയാൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കുന്നു, ബട്ട് ആ ഫുഡ് എനിക്ക് അതിൻ്റെ സ്മെല്ലടിക്കുമ്പം ഛർദ്ദിക്കാൻ വരുന്നു. എന്നെ അത് ബാധിക്കുന്നു. പക്ഷെ അയാൾ എന്ന് പറഞ്ഞ് എനിക്ക് റൈറ്റ് ഉണ്ടോ അയാളുടെ അടുത്ത് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പറയാനോ വഴക്കിന് പോകാനോ? വാട്ട് ഐ ക്യാൻ ഡു ഇസ്, ഇഫ് ഐ എം ഗെറ്റിംഗ് അഫക്റ്റഡ് ബൈ ഇറ്റ്, ഐ ഷുഡ് ലീവ് ദാറ്റ് പ്ലേസ്. ഹി ഈസ് സിംപ്ലി എക്സസൈസിങ് ഹിസ് റൈറ്റ് ദെയർ. അതേപോലെ തന്നെ ഒരാൾ വേറെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നെന്ന് വിചാരിച്ചോ, എന്നെ ബാധിക്കേണ്ട കാര്യമല്ല, പക്ഷെ എനിക്ക് ആ കാര്യം കണ്ടിട്ട് ദേഷ്യം വരുന്നു. ഐ എം ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ. എനിക്കത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നു. എനിക്ക് കത്തി കയ്യിൽ വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതിന്റെ ഉപയോഗം വേറെയാണ് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നതിന് കാരണം. അതുകൊണ്ട് എനിക്ക് കത്തി കൈ വെക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ആ ദേഷ്യം പിടിപ്പിച്ച ആളെ കൊണ്ടുപോയി കുത്തി കൊല്ലാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് എ ക്രിമിനൽ ഒഫൻസ്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. സോ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് നാവും കൈയും ഉണ്ട്, കണ്ണും കൈയും എല്ലാം ഉണ്ടെന്നും പറഞ്ഞ് മറ്റൊരാളുടെ അവരുടെ ഫ്രീഡം എക്സസൈസ് ചെയ്യുമ്പം അവരെ ഹാം ചെയ്യുന്നതാണ്. ഹാം എന്ന് ഉദ്ദേശിക്കുന്നത് മെന്റലി ആൻഡ് ഫിസിക്കലി ഹാം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഇറ്റ്സ് നോട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇറ്റ് ഈസ് ജസ്റ്റ് ക്രിമിനൽ ഒഫൻസ്, ലൈക്ക് ദ ഏർലിയർ എക്സാമ്പിൾസ് ഐ സെഡ്. സോ പെണ്ണുങ്ങൾ റിവീലിംഗ് ഡ്രസ് ഇടുന്നതിന് പല കാരണങ്ങളാണ്. ചിലർക്ക് കംഫർട്ട്, ചിലർക്ക് കോൺഫിഡൻസ്, ചിലർ കാണിക്കാൻ വേണ്ടി ഇടുന്നതായിരിക്കും. ദർസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. കാരണം നമ്മൾ എല്ലാവർക്കും അപ്രിസിയേഷൻ ആൻഡ് വാലിഡേഷൻ ഒക്കെ സീക്ക് ചെയ്യുന്നവരാണ് ആസ് ഹ്യൂമൻസ് നമ്മൾ. അതുകൊണ്ട് അവരവരുടെ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടോ അവർക്ക് ഭംഗിയെന്ന് തോന്നുന്നതോ അവരെടുത്ത് ഇടും. അത് അല്ലെങ്കിൽ എന്ത് കാണിക്കാൻ വേണ്ടി ഇടുന്നതാണെങ്കിലും അവർ കാണിക്കാൻ വേണ്ടി ഇടുന്നതാണെങ്കിലും അവരെ മെന്റൽ ഹെൽത്തിനെ ഹാം ചെയ്യുന്ന കണക്ക് നിങ്ങളുടെ നാവ് യൂസ് ചെയ്യാൻ ഉള്ള അധികാരം നിങ്ങൾക്കില്ല. Because your freedom ends where the health, dignity and safety of another individual begins, and that's it, period.